നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയില് ഗംഗാപ്രസാദ് ലക്ഷ്മിയമ്മയും കാർത്തികയും കൊല്ലാനായിട്ട് കാടിറങ്ങി നാട്ടിലേക്ക് വന്നു. ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷമൊക്കെ ധരിച്ചാണ് അവൻ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ വീട്ടിലെത്തിയെങ്കിലും അവനകത്ത് കയറാൻ പറ്റിയില്ല. കാരണം കഥക് ഉള്ളെന്ന് കുറ്റിയിട്ട് വെച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ അവൻ നോക്കി, പുറത്തൊക്കെ നടന്നു നോക്കി, എവിടെയെങ്കിലും തുറന്നിട്ടുണ്ടോന്ന് ഇല്ല. ഒടുവില് അവൻ എന്ത് ചെയ്തു, കയ്യിൽ കഴുതിരുന്ന ആ ചെറിയൊരു കമ്പി വെച്ചിട്ട് അവൻ അങ്ങനെ വാതിലിന്റെ കൊളുത്തൊക്കെ എടുക്കുകയാണ്. അങ്ങനെ അവൻ അകത്ത് കയറി. ഈ സമയത്ത് ലക്ഷ്മി അമ്മയും കാർത്തികയെ മുകളിലത്തെ മുറിയിലായിരുന്നു. അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്മിയമ്മ പറഞ്ഞു, മോളെ എന്നാ മോള് കിടന്നു, ഞാനിപ്പോ വരാമെന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ഹാളിലേക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. അങ്ങനെ വരണ സമയത്ത് ലക്ഷ്മിയമ്മ ആ കാഴ്ച കാണുന്നേ. ലക്ഷ്മിയമ്മ ശരിക്കും ഞെട്ടിപ്പോയി. മുഖംമൂടി ധരിച്ച് ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷത്തിൽ ഒരാൾ നിൽക്കുന്നു. ഒരു നിമിഷം ലക്ഷ്മിയമ്മയ്ക്ക് എന്താ ചെയ്യേണ്ടത് പോലും മനസ്സിലായില്ല. കതവ് പൂട്ടിയിട്ടിരിക്കുക. അപ്പൊ അകത്ത് കേറിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും തങ്ങളെ കൊല്ലാനായിട്ട് വന്നതായിരിക്കും. ഗംഗാപ്രസാദിന്റെ കൂട്ടാളികളായിരിക്കും വന്നിരിക്കുന്നത്, സംശയിച്ച പോലെ തന്നെ എന്ന് അലറി വിളിക്കാനായിട്ട് ഇങ്ങനെ ഒരുങ്ങുവാണ്. ആ സമയത്താണ് കയ്യിലിട്ട കത്തി ഇങ്ങനെ കറക്കുന്നുണ്ട് ഗംഗാപ്രസാദ്. പെട്ടെന്ന് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ലക്ഷ്മിയമ്മയ്ക്ക്. ആ കത്തി കറക്കുന്ന കണ്ടപ്പോ തന്നെ മനസ്സിലായി ഗംഗാപ്രസാദ് ആണ്. കാരണം അവന് കത്തിയൊക്കെ കറക്കി നല്ല വശമുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നേരത്തെ ലക്ഷ്മിയമ്മ കണ്ടിട്ടുണ്ട്. ലക്ഷ്മിയമ്മയ്ക്ക് അപകടം മനസ്സിലായി. അവൻ പാഞ്ഞു വരുവാണ്. ഒരു നിമിഷം ലക്ഷ്മിയമ്മ ഒന്ന് ഞെട്ടി. പിന്നീട് മോളേന്ന് വിളിച്ച് അലറി വിളിച്ചോണ്ട് ഓടുവാണ്. ഗംഗാപ്രസാദ് പിന്നാലെ വരുമ്പത്തേനും ലക്ഷ്മിയമ്മ പെട്ടെന്ന് മുറി കയറി കഥ അടച്ചു. ഒരു നിമിഷം ലക്ഷ്മിയമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗംഗാപ്രസാദിന്റെ ഉദ്ദേശം നടന്നില്ല. ലക്ഷ്മിയമ്മയെ കൊല്ലാനായിട്ട് വന്നാണ്. അപ്പോഴേക്കും കാർത്തിച്ച് എന്താ എന്താ അമ്മേനെ ചോദിക്കുകയാണ്. ലക്ഷ്മിയമ്മയ്ക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു, മോളെ പെട്ടെന്ന് കിരൺമോനെ വിളിക്കാൻ പറയണേ. എന്താ എന്താ അമ്മേനെ ചോദിക്കുകയാണ്. ആ സമയത്താണ് ലക്ഷ്മിയമ്മ കാര്യങ്ങളൊക്കെ പറയണേ. ഇത് കേട്ടിച്ചപ്പോ കാർത്തികയും ഞെട്ടിപ്പോയി. കാരണം കാർത്തികയും പ്രതീക്ഷ കാര്യമായിരുന്നില്ലത്. ഗംഗാപ്രസാദ് മനസ്സിലായി ഇനി ഇവിടെ വന്നിട്ടുണ്ട് അപകടമാണ്. കാരണം തീർക്കാൻ പറ്റിയില്ല. അപ്പൊ താൻ ഇവിടെ കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ഗംഗാപ്രസാദ് അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണ്. തന്നെ പിടികൂടാൻ ആള് വരുമെന്നുള്ള കാര്യം ഉറപ്പായി. പിന്നീട് കിരണിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. കിരണിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കാർത്തിക കാര്യം പറയണം. കിരണേട്ട പെട്ടെന്ന് ഇവിടം വരെ ഒന്ന് വരണം, കാര്യങ്ങൾ എങ്ങനെ പറയണം. അത് കേട്ടപ്പോ കിരണൊന്ന് ഞെട്ടി. അതെങ്ങനെ? ഒരു പക്ഷെ ഇനിയിപ്പം ഗംഗാപ്രസാദനും ഗുണ്ടകൾ കൂടെ ഉള്ളവന് ആരെങ്കിലും ആയിരിക്കോ എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. കല്യാണിന്റെ കാര്യം പറയണം. കല്യാണി എത്രയും പെട്ടെന്ന് ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് പോണം. അവരെ ഇല്ലാതാക്കാനായിട്ട് അവിടെ ആരോ ചെന്ന് പറയണേ. ഇല്ലാതാക്കാൻ ചെന്നോ? ഇനിയിപ്പോ ഗംഗാപ്രസാദ് എങ്ങനെ വന്നാണോ? ജീവനോട് അവനുണ്ടോ? അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഇപ്പൊ തന്നെ പോണെന്ന് പറയണ. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, ദൈവമേ അവർക്ക് പ്രശ്നമൊന്നും ഇല്ലോ അല്ലേ? ഇല്ല, നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറയണ. ഞാൻ പോയിട്ട് വരാം. വേണ്ട വേണ്ട കിരണേട്ടൻ തന്നെ പോണ്ട, ഞാനും കൂടെ വരാമെന്ന് പറയണ. അങ്ങനെ കല്യാണിയും കിരണൊക്കെ ഇറങ്ങുവാണ്. ആ സമയം ചന്ദ്രസേനെ വിളിച്ച് കിരൺ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവര് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുവാണ്. ആ സമയം ഗംഗാപ്രസാദ് അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി അമ്മയും കാർത്തിയൊന്നും കഥവ് പോലും തുറക്കാതെ മുറിക്കാതെ തന്നെ ഇരിക്കുവാണ്. കാരണം ഇങ്ങനെ കഥ തുറക്കാനാ, അവൻ പുറത്ത് കാത്തിരിക്കുന്നുണ്ടോന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒടുവിൽ കിരണും കല്യാണിയൊക്കെ അങ്ങോട്ടേക്ക് വന്നു. അവര് വന്ന് അവരാന്ന് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് കഥവ് തുറക്കുന്നത് തന്നെ. അപ്പോഴേക്കും കാർത്തിയെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കല്യാണി കെട്ടിപ്പിടിക്കുകയാണ്. എന്താ കാർത്തിയേച്ചി, എന്താ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു, അവനാന്ന് തോന്നേ, അതാ ഗംഗാപ്രസാദാന്ന് തോന്നുന്നു പറയണം. ഗംഗാപ്രസാദോ? അവൻ എങ്ങനെ വരും? അതെ, എനിക്ക് ഉറപ്പുണ്ട് അത് അവൻ തന്നെയാന്ന് പറയണം. അല്ല, അങ്ങനെ പറയാൻ കാരണം എന്താ? അവന്റെ കയ്യിലിരുന്ന ആ കത്തിയൊക്കെ കറക്കുന്നുണ്ട്. എനിക്ക് അത് അങ്ങനെ തോന്നേ, അത് അവൻ തന്നെയാന്ന് തോന്നേ. അതായിരിക്കില്ല, ചിലപ്പം അവന്റെ കൂടെയുള്ള ഏതെങ്കിലും ഗുണ്ടകളാണോന്ന് അറിയത്തില്ലോ. ഇല്ല കിരണേ, എനിക്കറിയാം അവനെ. അവൻ മരിച്ചിട്ടില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. അത് അവൻ തന്നെയാണ്. മുഖം മൂടി ധരിച്ചിരിക്കുന്നതുകൊണ്ട് മുഖം കാണാൻ പറ്റില്ല. ക്രിസ്മസ് അപ്പൂന്റെ വേഷത്തിലാ വന്നിരിക്കുന്നത്, അതുകൊണ്ട് മുഖം കാണാൻ പറ്റില്ല എന്ന് പറയണം. ആ സമയത്ത് കിരൺ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ CCTV ദൃശ്യങ്ങൾ നോക്കിയാൽ അറിയാലോ എന്ന് പറയണം. അങ്ങനെ നോക്കിക്കഴിയുമ്പത്തെ അതിനകത്ത് മുഖംമൂടി ധരിച്ചിരിക്കുന്നുണ്ട്. ആരെ എന്താണെന്നും വ്യക്തമല്ല. അതുകൊണ്ട് ഒന്നും ക്ലിയർ ആയിട്ട് കാണാനും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. കല്യാണി പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കേണ്ട നിങ്ങള്, നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറയണം. കാരണം ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ നിർത്തിയിട്ട് പോകുന്നത് ശരിയായിട്ടുള്ള കാര്യമില്ല. ഇതിനു മുമ്പ് ദീപയ്ക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട്
കാർത്തികയും ലക്ഷ്മിയമ്മയും കൂട്ടിക്കൊണ്ട് കല്യാണിയും കിരണും കൂടെ പോവാണ്. അപ്പൊ പോകുന്ന സമയത്ത് തന്നെ കല്യാണി പറഞ്ഞു, കിരണേട്ട എനിക്ക് നല്ല പേടിയുണ്ട്, ഇത് അവനാവാൻ ചാൻസ് കൂടുതലെന്ന് പറയാണ്. പിന്നീടാണ് പ്രകാശൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. പ്രകാശൻ അറിഞ്ഞ ഇപ്പൊ പ്രകാശനും അത് തന്നെയാ പറയണേ, അത് അവൻ തന്നെയായിരിക്കും, അവനാവാനുള്ള ചാൻസ് സർവ്വതും ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി ഇത് വെച്ചോണ്ടിട്ട് കാര്യമില്ല, ഒരു പക്ഷേങ്കിൽ അന്ന് അവൻ രക്ഷപ്പെട്ട ആ കാടിനുള്ളിൽ എവിടെയെങ്കിലും പെട്ട് കാണുമായിരിക്കും, നമുക്ക് ആ കാടിനുള്ളിലേക്ക് ഒന്നുകൂടെ പോയി നോക്കാന്ന് പറയണം. കല്യാണി പറഞ്ഞു, ഇനി ഇത് അമാന്തിച്ചുകൂടാ കിരണേട്ട, എത്രയും പെട്ടെന്ന് തന്നെ കാട്ടിലേക്ക് പോകണം. ഒരു പക്ഷെ അവന് ഇത്രയും കാലം ഒളിച്ചിരുന്ന അവിടെയാണെന്നും പറയാൻ പറ്റില്ല, അവനിപ്പം നാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അപകടമാണ്. അങ്ങനെ അവരാ കാര്യം തീരുമാനിക്കുകയാണ്. അന്നത്തെ രാത്രിയിൽ അവർക്ക് ആർക്കും ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ലക്ഷ്മി അമ്മയ്ക്ക് വല്ലാത്ത ഭയമായിരുന്നു, ഇനി എന്തെങ്കിലും സംഭവിക്കുമെന്നൊരു പേടി. പിന്നീട് ചന്ദ്രസേനും രൂപയൊക്കെ ഈ കാര്യങ്ങൾ അറിഞ്ഞു. ചന്ദ്രസേനൻ പറഞ്ഞു, മോനെ ഇനി നമ്മൾ നിസ്സാരമാക്കി എടുത്തു കളയില്ല, അവൻ മരിച്ചിട്ടില്ലെങ്കിൽ അപകടമാണ്, അതുകൊണ്ട് നോക്കിയും കണ്ടും വേണം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. തൽക്കാലം ഒരു കാര്യം ചെയ്യാം, വീടിന് ഞാൻ കാവലെ ഏർപ്പെടുത്താന്ന് പറയണം, അവരെ തനിച്ചിനിയിപ്പോ ആ വീട്ടിലേക്ക് വിടണ്ടെന്ന് പറയണം. തനിച്ച് അവരവിടെ പോയി നിട്ടുണ്ടെങ്കിൽ അപകടം ഏത് സമയം ഇങ്ങനെ വരുന്നതെന്നും പറയാൻ പറ്റില്ല. നന്നായിട്ട് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു ലക്ഷ്മിയമ്മ. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നത്. ഇതേ സമയത്ത് പിറ്റേ ദിവസം രാവിലെ അമലു എന്ത് ചെയ്യുക, ഗംഗാപ്രസാദ് കിടന്നിരുന്ന മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാപ്രസാദിനെ കാണുന്നില്ല. ഇതെവിടെ പോയി എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ സമയത്ത് ഗംഗാപ്രസാദ് എന്ത് ചെയ്തു, രാത്രിക്ക് രാത്രി അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ താൻ പിടിക്കപ്പെടും എന്നുള്ള കാര്യം ഗംഗാപ്രസാദിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ, എവിടെ ഒരു ഷെൽട്ടർ വേണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് നെട്ടോട്ടത്തിലായിരുന്നു ഗംഗാപ്രസാദ്. ഇനി കാട്ടിലേക്ക് തന്നെ തിരികെ പോകുന്ന ബുദ്ധിന്ന് അവന് തോന്നി. കാരണം ഇവിടേക്കാകുമ്പോൾ ആരും തന്നെ തെരഞ്ഞു പിടിച്ച് വരത്തില്ല. പക്ഷെ നാട്ടിൽ നിന്നിട്ട് അപകടമാണ്. ഇനിയിപ്പോൾ താൻ ജീവിച്ചിരിപ്പണമെന്നുള്ള സത്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം അവിടെ മൊത്തം അരിച്ചു വെറുക്കും കിരണ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് കാട്ടിലേക്ക് പോകുന്നത് നല്ലതെന്ന് ഓർത്തുകൊണ്ട് ഗംഗാപ്രസാദ് എന്ത് ചെയ്യണം, വീണ്ടും കാട്ടിലേക്ക് കയറാൻ തന്നെ തീരുമാനിക്കുകയാണ്. അതേസമയം അമലു അവനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ടെൻഷനായി. ഇത് എതിലെ പോയെന്ന് ഓർത്തുകൊണ്ട് അവിടെയൊക്കെ നോക്കണം, പക്ഷെ അവിടെ എങ്ങും കണ്ടില്ല. ആ സമയത്ത് മൂപ്പ് വന്ന് ചോദിച്ചു, എന്താ മോളെ, എന്താന്ന് ചോദിക്കണം. അല്ല, വിനായകനെ കണ്ടില്ല എന്ന് പറയണം. കണ്ടില്ലെന്നോ? അതെ, ഇവിടെ എങ്ങും കണ്ടില്ല എന്ന് പറയണം. അവനവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറയണം. ഇല്ല, അങ്ങനെ പറയാതെ എടുത്തും പോകുന്നല്ലോ എന്നൊക്കെ പറയണം. അതേസമയം വേലു അങ്ങോട്ട് വന്നു. വേലുവിനെ കണ്ടു കഴിഞ്ഞപ്പത്തിനും അമലു വേലുവിന്റെ അടുത്തേക്ക് വന്നു. സത്യം പറ, നിങ്ങൾ എന്റെ വിനായകനെ എന്ത് ചെയ്തെന്ന് ചോദിക്കുക. വിനായകനെയോ? ഞാൻ എന്ത് ചെയ്യാനാ അയാളെ? എനിക്കറിയാം, നിങ്ങൾ വെല്ലുവിളിച്ചാ മിക്കവാറും നിങ്ങൾ വിനായകനെ കൊന്നു കാണുമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമലു ഭയങ്കരമായിട്ട് വേലുവിനോട് കിടന്ന് ദേഷ്യപ്പെടുക. വേലുവിന് സത്യത്തിലെ കാര്യങ്ങളൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും വേലു പറഞ്ഞു, അവൻ മിക്കവാറും പെരും കള്ളനായിരിക്കും, അവൻ ചിലപ്പോൾ നാട്ടിലേക്ക് പോയി കാണും. നിന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞ അവനെ വിശ്വസിക്കല്ലെന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വിനായകന്റെ എന്തെങ്കിലും സംഭവിച്ചാണ്ടല്ലോ എന്നെ സ്വന്തമാക്കാന്നുള്ള നിങ്ങളുടെ മോഹമൊന്നും നടക്കത്തില്ല. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുകയാണ്. വേലുവിന് മനസ്സിലായി, ഒന്നെങ്കിൽ അവൻ എന്തെങ്കിലും സംഭവിച്ചു കാണും, അല്ലെങ്കിൽ അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു കാണും. അവൻ പഠിച്ച കള്ളനാണ്, ഇവളെ വഞ്ചിച്ചിട്ട് അവൻ കടന്നു കളഞ്ഞു കാണുമെന്ന് വേലു മനസ്സ് വിചാരിക്കുക. അങ്ങനെയാണെന്ന് നല്ല കാര്യമാണ്. അവൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു ശല്യം ഒഴിഞ്ഞു കിട്ടൂലോ, തന്റെ പെണ്ണിനെ തനിക്ക് സ്വന്തമാക്കുമല്ലോ എന്ന് ഒരു ചിന്തയായിരുന്നു വേലുവിന്റെ മനസ്സിലുണ്ടായിരുന്നേ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണാൻ പോകുന്നത്. ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ല. കിരണും കല്യാണിയൊക്കെ ഉറപ്പായിട്ടും അവനെ അന്വേഷിച്ച് ഗംഗാപ്രസാദിനെ അന്വേഷിച്ച് കാട്ടിലേക്ക് വരും. അവൻ ജീവിച്ചിരിപ്പണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.